ശാന്തി, ശാന്തി. അവരേതാ സാർ? ശാന്തി എൻ്റെ ഇളയ പെങ്ങളാ. എന്തു പറ്റി? അയ്യോ, എൻ്റെ ഒരു സാധനം നോക്കിയിട്ട് കാണുന്നില്ല. നവീൻ നടന്നോ, ഞാനിപ്പോ വരാട്ടോ. ഹലോ നവീൻ. ഹലോ സാർ. ഹായ് സാർ. അല്ല, വൈഫും കൂടെ ഉണ്ടാവുന്നു പറഞ്ഞിട്ട് അല്ല ആളെ കണ്ടില്ല? കാറിലുണ്ട് സാർ, ഇപ്പോൾ വരും. അല്ല, ഞാൻ മോളോട് പറഞ്ഞപ്പോഴേ അവള് നല്ല ത്രില്ലിരിക്കുക. ആഹാ, ഞാനൊരു സസ്പെൻസിലാ വൈഫിനെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. ഒരേ കാര്യത്തിന് കാര്യമായ അറിവുള്ളവരല്ലേ രണ്ടുപേരും തമ്മിലൊരു ഈഗോ പാടില്ലല്ലോ. ശ്രദ്ധിക്കണ്ടേ സാർ? പിന്നെ വേണം. ഈ ഭാര്യാഭർത്തൃ ബന്ധത്തിലെ ഈഗോ ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാ. അല്ലേ, അനുഭവസ്ഥനാണ്. ബാബാ. ഞാൻ ആകെ പെട്ടിരിക്കാം മോളിക്കുട്ടി. ഇന്നെല്ലാം അവസാനിക്കുന്ന തോന്നുന്നു. ഞാനിതൊന്ന് പറയാൻ അമ്മയുടെ ഫോണിലും ഗാദിയുടെ ഫോണിലും വിളിച്ചു. ആരെങ്കിലും എടുത്താലല്ലേ? എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നീ ഒന്ന് അങ്ങോട്ട് ചെന്നേ. നമുക്ക് നോക്കാം. വിളിച്ചിട്ട് നിങ്ങൾ രണ്ടും എന്താ ഫോൺ എടുക്കാത്തെ? ഞാൻ കേട്ടില്ല മോളെ. നവീൻ ഉമ്മറത്തുണ്ട്, കൃഷ്ണ പുറത്ത് കാറിലിരിക്കുക. അവരിങ്ങോട്ട് കേറി വന്ന ഗാദെ ഒരു കാരണവശാലും നവീൻ കാണാൻ പാടില്ല. ഗാദെ, നിന്നെ നവീൻ കണ്ടു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ അറിയാലോ. അതിനിപ്പോ ഞാനെന്ത് ചെയ്യാനാ? എന്തെങ്കിലും പറഞ്ഞ് തൽക്കാലം അവരെ ഇവിടെ നിന്ന് ഒഴിവാക്കേണ്ടി വരും. അമ്മ വന്നേ, വാ. അയ്യോ മോളെ, എന്നെ നവീൻ കണ്ടാലും പ്രശ്നമോ? ഓ, അതും ശരിയാണല്ലോ. മോള് ബെഡ്റൂമിലാ, ഇങ്ങോട്ട് വരുവാ നടക്കത്തില്ല. നമുക്ക് അവളുടെ അടുത്തേക്ക് പോവാം. ഓക്കെ സാർ. എഴുന്നേക്കാൻ വരട്ടെ, ഇത് കുടിച്ചിട്ട് പോവാം. അല്ല മോളിക്കുട്ടി ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ കുറച്ച് മുന്നേ വന്നതാ സാർ. കേട്ടോ അതിനെ, ഈ മോളിക്കുട്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവള് എവിടെയായി എങ്ങനെയാ പ്രത്യക്ഷപ്പെടുന്നതെന്ന് ഭഗവാന് പോലും നിശ്ചയമില്ല. മോളിക്കുട്ടി, നാരങ്ങാവളെ ഒന്നുകൂടെ വേണം. നവീന്റെ ഭാര്യ വണ്ടിയിലിരിക്കുക, ഇപ്പൊ വരും. നവീനെ വിളിക്കേ. മാഡത്തിനെ ഞാൻ കണ്ടു സർ. പുറത്തിറങ്ങിയപ്പോഴേ ഡ്രസ്സിൽ എന്തോ ചെളിതെറിച്ചു. ഞാൻ പൈപ്പ് കാണിച്ചു കൊടുത്തു. പുള്ളിക്കാരി അതവിടെ കഴുകിക്കൊണ്ടിരിക്കുക, ഇപ്പൊ വരും. അത് ശരി, നിങ്ങൾ തമ്മിലുള്ള പരിചയപ്പെടലൊക്കെ കഴിഞ്ഞു അല്ലേ? എന്നാ പിന്നെ മോളിക്കുട്ടി നവീന്റെ വൈഫിനെയും കൂട്ടി മോളുടെ റൂമിലേക്ക് വാ. അയ്യോ സർ, കൃഷ്ണൻ നല്ല ഉറക്കവാ. കുറച്ച് കഴിഞ്ഞിട്ട് കണ്ടാ പോരെ? അതെന്ത് ഉറക്കുക ഈ പട്ടാപ്പകല്? മാത്രമല്ല ഇവർക്ക് കണ്ടിട്ട് പോകാനുള്ളതല്ലേ. ഞാൻ വിളിച്ചോളാം മോളെ. ശാന്തി, ശാന്തി.
അവരേതാ സാർ? ശാന്തി എൻ്റെ ഇളയ പെങ്ങളാ, നവീനെ പരിചയപ്പെടുത്തേണ്ട ആളാ. ഞാൻ വിളിച്ചിട്ട് വരാം. കൃഷ്ണയുടെ മുറി ഏതാ? ആഹാ, പോകാം സാർ. പിന്നെ സാറേ, ഈ സാർ ഇവിടെ തുടങ്ങാൻ പോകുന്ന ബിസിനസിനെ കുറിച്ച് കൃഷ്ണ എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് അത്ര ക്ലിയർ ആയില്ല. ഈ സായിപ്പമാരൊക്കെ വന്നിറങ്ങുന്ന പരിപാടി വല്ലതാണോ? ആ, അവരും നമ്മുടെ ടാർഗറ്റാണ്. ഓ, അവരാകുമ്പോ പറ്റിക്കാനൊക്കെ എളുപ്പമായിരിക്കും അല്ലേ? പറ്റിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല മോളിക്കുട്ടി. മാന്യമായിട്ട് ബിസിനസ് ചെയ്താലും ജീവിക്കാം. ആ, ശാന്തി, എന്ത് പറ്റി ശാന്തി? ഞാൻ വിളിച്ചത് നീ കേട്ടില്ലേ? കേട്ടില്ലേ? അവിടെ രണ്ടുപേര് വന്നിരിക്കുക, നവീനും നവീന്റെ ഭാര്യയും. അവരെ പരിചയപ്പെടാനാ വിളിച്ചേ. എന്തു പറ്റി? എന്താ ഒരു മടി? എന്റെ സ്വന്തം പെങ്ങളാണെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അവരുടെ മുന്നിൽ വന്ന് നിൽക്കാനുള്ള സകല യോഗ്യത നിന്നെക്കൊണ്ട്. നവീനെ നിനക്കിഷ്ടവും നല്ലൊരു ചെറുപ്പക്കാരനാ. ബിസിനസ്സിലും കുടുംബസ്നേഹത്തിലും ഒരുപാട് മുന്നോട്ട് നിൽക്കുന്ന ഒരാളാ. വാ വാ, വരാൻ പറഞ്ഞില്ലേ? അനിയ സാറേ, ഏ എന്താടോ അത് പോയി? എന്റെ പൊന്ന് സാറേ, സാറ് പെട്ടെന്നൊന്ന് ജംഗ്ഷനിലേക്ക് വരണം. എന്തുപറ്റി? സാറേ, തമ്മിത്തല്ലാൻ നോക്കി രണ്ടു കൂട്ടരും മുഖാമുഖം നിൽക്കുക. ഇപ്പൊ അടി വീഴുമെന്നുള്ള അവസ്ഥയാ. എന്താ കാര്യം? അമ്പലത്തിലെ ഉത്സവത്തിന്റെ എന്തോ കാര്യം പറഞ്ഞ് ചേരി തിരിഞ്ഞു നിൽക്കുക സാറേ. എന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ സാറിനെ ഫോൺ ചെയ്തിട്ട് കിട്ടുന്നില്ലായിരുന്നു, അതുകൊണ്ടാ ഓടിങ്ങി പോന്നേ. അയ്യോ, ഇതിപ്പോ എന്ത് ചെയ്യടോ? ഇവിടെ ആണെങ്കിൽ 1-2 ഗസ്റ്റും വന്നിട്ടുണ്ട്. സാറേ, അതൊന്ന് തീർത്തിട്ട് തിരിച്ചു വരാം സാറേ.